വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മഹത്തായ സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇത്രമാത്രം സ്നേഹിച്ചു എന്ന വാക്കുകൾ വായിക്കുമ്പോൾ കാൽവറിയുടെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നു. അളവറ്റ സ്നേഹം നിമിത്തം അവൻ നമുക്ക് വേണ്ടി മനുഷ്യനായി ഭാരമേറിയ ക്രൂശ് വഹിച്ചു. തന്റെ രക്തത്തിന്റെ അവസാന തുള്ളി പോലും ചൊരിഞ്ഞു. ആ സ്നേഹം ത്യാഗപരമാണ്, അഗാപ്പെ സ്നേഹം. ഈ ലോകത്തിലെ എല്ലാത്തരം സ്നേഹവും ക്രിസ്തുവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അവന്റെ സ്നേഹത്താൽ അവൻ ഈ ലോകത്തെ സൃഷ്ടിച്ചു. അവന്റെ സൃഷ്ടിയിലും അവൻ അതേ സ്നേഹം സ്ഥാപിച്ചു. പക്ഷികളുടെ ഹൃദയങ്ങളിൽ അവൻ സ്നേഹത്തെ സ്ഥാപിച്ചു, അവയുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ. മൃഗങ്ങളിൽ അവൻ സ്നേഹം സ്ഥാപിച്ചു, അവയുടെ സന്തതികളെ പോഷിപ്പിക്കുന്നതിന്. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കാനും നിലനിർത്താനും അവൻ മനുഷ്യ ഹൃദയങ്ങളിൽ സ്നേഹം സ്ഥാപിച്ചു. സ്നേഹത്തിന്റെ തുടക്കം തന്നെ ക്രിസ്തുവാണ്. അപ്പോസ്തലനായ യോഹന്നാൻ സന്തോഷിക്കുന്നു. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതിനാൽ നാം അവനെ സ്നേഹിക്കുന്നു. ഇത് 1 യോഹന്നാൻ 4:19 കാണപ്പെടുന്നു. അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചത് എന്തുകൊണ്ടാണ്? നമുക്കത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. സ്നേഹം അവന്റെ സ്വഭാവം മാത്രമാണെന്ന് നമുക്കറിയാം. ഒരു ഭക്തവിശ്വാസി ഒരിക്കൽ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുകയും അതിനെ വിവരിക്കുന്ന ഒരു കവിത എഴുതുകയും ചെയ്തു. അതിൽ അദ്ദേഹം പറഞ്ഞു, ആകാശം മുഴുവൻ കടലാസും മുഴുവൻ സമുദ്രവും മഷിയും ലോകത്തിലെ എല്ലാ വൃക്ഷങ്ങളും ആ മഷിയിൽ മുക്കിയ പേനയുമാക്കിയാലും എന്നിട്ടും നമുക്ക് കർത്താവിന്റെ സ്നേഹത്തെ പൂർണ്ണമായി വിവരിക്കാൻ കഴിയില്ല. അവന്റെ സ്നേഹം വളരെ ആഴമേറിയതും വളരെ നീളമുള്ളതും വളരെ ഉയരമുള്ളതും വളരെ വിശാലവുമാണ്. അപ്പോസ്തലനായ പൗലോസ് സ്വന്തം ജീവിതത്തിൽ ആ സ്നേഹത്തിന്റെ മഹത്വം അനുഭവിച്ചറിഞ്ഞു പ്രാർത്ഥിച്ചു. സ്നേഹത്തിൽ വേരൂന്നിയതും അടിസ്ഥാനപ്പെട്ടതുമായ നിങ്ങൾ അറിവിനെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുന്നതിനും ദൈവത്തിന്റെ എല്ലാ പൂർണ്ണതയാലും നിറഞ്ഞു വരുന്നതിനും എല്ലാ വിശുദ്ധന്മാരോടും കൂടി വീതിയും നീളവും ആഴവും ഉയരവും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയട്ടെ. ഇത് എഫേസ്യർ 3:18-19 കാണപ്പെടുന്നു. ദൈവത്തിന്റെ മഹത്വത്തെ മനുഷ്യന്റെ നിസ്സാരതയുമായി താരതമ്യപ്പെടുത്തി പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു, ജാതികൾ ഒരു തൊട്ടിയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു ചെറിയ പൊടി പോലെയും എണ്ണപ്പെടുന്നു. നോക്കൂ, അവൻ ദ്വീപുകളെ വളരെ ചെറിയ വസ്തുവായി ഉയർത്തുന്നു. യെശയ്യാവ് 40:15 കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, തുലാസിലെ പൊടി പോലെയായ മനുഷ്യനെ കർത്താവ് സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്നുവെങ്കിൽ മനുഷ്യവർഗത്തോടുള്ള അവന്റെ സ്നേഹം എത്ര വലുതായിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 13:1 ലോകത്തിലുള്ള തന്റെ സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ അവരെ സ്നേഹിച്ചു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആവർത്തന പുസ്തകം 1-2 അധ്യായങ്ങൾ, വൈകുന്നേരം മർക്കോസ് 10 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.